അദ്ദേഹം ഈ സൗഹൃദ വേദി തുടങ്ങിയപ്പോൾ മുതൽ ഒരു വിലയിരുത്തുവാനായി ഈ നാട്ടുകാരനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നത് എനിക്കറിയാം. മോഹൻകുമാറിനെ ഞാൻ അറിയുന്നത് ഒരു വേള നിങ്ങൾക്കറിയാൻ ഒരു മേൽവിലാസത്തിലായിരിക്കും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ അമ്മപ്രസാദം എന്ന മാസികയിലെ എഴുത്തുകാരനാണ് മോഹൻകുമാർ എസ് എഴുത്തുക. നിങ്ങൾക്കാർക്കും അത് അറിഞ്ഞുകൂടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ആധ്യാത്മിക വിഷയകമായ കവിതകളോ ലേഖനങ്ങളോ എഴുതുന്നുണ്ടെങ്കിൽ അത് ഉത്തരവ് ചോദിച്ച് ആ വിലാസത്തിൽ എനിക്ക് അയച്ചു തന്നാൽ അത് അമ്പാപ്രസാദത്തിൽ കൊടുക്കുകയും ചെയ്യാം എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. അങ്ങനെ 26 മോഹൻകുമാർ നാളായി വരുന്നുണ്ട്. ഇനി നിങ്ങളിൽ നിന്ന് ഈ രംഗത്ത് താല്പര്യമുള്ള അഭിരുചിയുള്ള ആളുകൾ വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കവിതയെ പറ്റിയോ സാഹിത്യത്തെ പറ്റിയോ ഒന്നും അധികം ഇവിടെ പറയണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഇവിടെ എഴുതുന്നവർ നിരവധിയാണ്. തിരുവനന്തപുരത്തുള്ള പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനിലെ സാഹിത്യ കാവ്യ വേദികളിൽ പങ്കെടുക്കുന്ന ഒരു 5-8 പേര് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇവിടെ സുരേന്ദ്രനും അതുപോലെ കോളശ്ശേരിയും തുടങ്ങി ഒരുപാട് പേര് വിശ്വംഭരനുമൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അംഗങ്ങളാണ്. മാത്രമല്ല ഈ അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അന്യഭാഷ തമിഴ് ഭാഷാ സാമ്രാജ്യത്തിൽ ഗൃഹാതരത്വത്തോടുകൂടി മലയാളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിയൻ ഇനിയും ഉണ്ടാകും ജന്മമെന്നാൽ അതല്ല അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെന്നായി അടിമുതൽ ഇണവേണം കാക്കുവാൻ മറ്റൊരിടത്ത് അടിയുന്നത് എഴുക്കം മുക്തി സിദ്ധിക്കുവോളം എന്ന് ഉള്ളൂരിനെ ഏറ്റു പറയുന്ന എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം. എനിക്കിപ്പോഴും ഒരു ദുഃഖം മനസ്സിൽ കിടക്കും. എത്രയോ കാലങ്ങളായി കേരളത്തിന് ഇപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരുമ്പോഴൊക്കെ അതല്ലാതെ വെറുതെ കന്യാകുമാരിക്ക് പോകാനും വരുമ്പോഴൊക്കെ എനിക്കൊരു വേദന ഉണ്ടാകും. ഇത് നമ്മുടേതല്ലാതായി മാറിയല്ലോ എന്ന ദുഃഖമാണ്. അത് ഭൂമിശാസ്ത്രം കൊണ്ട് മാത്രമല്ല, ഈ ഭൂമിയുടെ സമൃദ്ധി കൊണ്ട് മാത്രമല്ല, ഈ നാടിന്റെ സാംസ്കാരിക സമ്പത്ത് കൊണ്ടുകൂടിയാണ്. ഇവിടെയെല്ലാം രമേശൻ നായരുടെ അടുത്ത സുഹൃത്താണ് മരിക്കുന്നത് വരെ. ഞങ്ങളുടെ അടുത്ത് താമസിച്ചു. അത് കഴിഞ്ഞ് ഗോപകുമാരന്റെ അടുത്തിൽ പോയി താമസിച്ചു. തിരുവനന്തപുരത്ത് പല വീട് വെച്ചു. അവസാനം പെരിങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വീട് വെച്ചു. ഏതാണ്ട് 10-50 വർഷത്തിനിടയിൽ ആഴ്ചതോറും സംസാരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എഴുതിയ കൃതികൾ മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ കൃതികളെ പറ്റി എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പെരിങ്ങോട് വെച്ച വീട്ടിൽ പാല് കാച്ചുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി രമയുമായി ഞങ്ങൾ സകുടുംബം സംസാരിച്ചതുമൊക്കെ ഓർക്കുന്നു. അങ്ങനെ ഒഞ്ചേശ്വരായാലും രമേശൻ നായരായാലും നന്ദഗിരിവട്ടനായാലും കുടിത്തോള രാമേന്ദ്രൻ നായരായാലും ശ്രീകുമാറായാലും അങ്ങനെ ഇവിടെയുള്ള എം ആർ
പാരമ്പര്യത്തെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ദുഃഖം തോന്നിയിട്ടുള്ളത്. കേരള സർക്കാരിന്റെ ഭാഷാന്തരത്തിനായി എൻസൈക്ലോപീഡിയയിൽ നിന്ന് പോയി അവിടെ ചെന്ന് ചുമതലയെടുക്കുമ്പോൾ ആദ്യം ഞാൻ തമിഴ്നാട് സർക്കാർ ഭാഷയ്ക്കും ഭരണഭാഷയ്ക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയി. അവിടെ പോയി പഠിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാണ് എൻ്റെ ജോലി ആരംഭിക്കുന്നത്. അപ്പോഴും തോന്നിയ മറ്റൊരു ദുഃഖം കൂടിയുണ്ട്. തോന്നിയ മറ്റൊരു ദുഃഖം, നമ്മൾ തിരുവനന്തപുരത്തും പാലക്കാടും ഇടുക്കിയും ആ 3 ജില്ലകളിൽ തമിഴിനും കാസർഗോഡ് ജില്ലയിൽ കന്നഡയ്ക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പ്രാധാന്യം തമിഴ്നാട് സർക്കാർ കന്യാകുമാരി ജില്ലയിലെ മലയാളികൾക്ക് നൽകുന്നില്ല എന്നത്. മലയാളം ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് എടുത്തുകളയാനുള്ള ശ്രമമാണ് തമിഴ്നാട് സർക്കാർ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വേരുകൾ പറിക്കുന്ന ഒരു സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ ഇതേപോലെയുള്ള ആകാശത്തിന്റെ ചെറിയ ചെറിയ ആകാശങ്ങളുടെ കുടകളുണ്ട്. ആ ഒരു ആകാശത്തിന്റെ കുടയാണ് ഈ സാഹിത്യ സൗഹൃദ വേദി ഇവിടെ തീർത്തിരിക്കുന്നത്. അങ്ങനെയൊരു സൗഹൃദ വേദിയിലൂടെ ഏക മനസ്സോടെ പ്രവർത്തിക്കുന്ന കുറേ പേരുടെ ഈ സംഗമം ഒരു കുടുംബ സംഗമം പോലെ സത്യമാണ്, മധുരമുള്ളത്, സുരക്ഷിതാ ബോധം ഉണ്ടാക്കുന്നതാണ്. ആ സുരക്ഷിതാ ബോധത്തോടുകൂടി നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങളുടെ മുഖത്തെ മന്ദഹാസം എടുത്തു കൊണ്ടുവരണം. ദിവസവും പ്രസംഗങ്ങളായതുകൊണ്ട് കുട്ടി പൊട്ടിക്കേണ്ടി വരും.